പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 2-ലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ദ സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഹൂസ് സീറോസ് ആർ 0 ആൻഡ് -3/5 റെസ്പെക്റ്റീവ്ലി. ഹെൻസ് ഫൈൻഡ് ദ സീറോസ്. അപ്പോൾ ഇവിടെ വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ടല്ലേ. അതായത് നമുക്ക് സമ്മോ സീറോസും പ്രൊഡക്റ്റോ സീറോസും തന്നിട്ട് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കാനുള്ളത് നമ്മളിപ്പോൾ 3-4 പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഇവിടെ പക്ഷേ എന്ത് കണ്ടുപിടിക്കണം? ആ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സീറോസും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് സീറോസിൻ്റെ സമ്മും പ്രൊഡക്റ്റുമാണ്. നമ്മൾ സീറോസ് അതായത് ആൽഫയും ബീറ്റയും എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് സമ്മോ സീറോസും പ്രൊഡക്റ്റോ സീറോസും ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ അതെന്താണ്? 0. ആൽഫ ബീറ്റ തന്നിട്ടുണ്ട് -3/5. അപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈസ് ഗിവൺ ആസ് എന്താണ്? x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ജനറൽ ഫോം. ഈസ് ഈക്വൽ ടു നമ്മളിനി നമുക്കറിയാവുന്നതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് 0, എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഈസ് -3/5. അപ്പോൾ ഇതെന്തായിട്ട് മാറി? x². ഈ ടേം 0 ആയതുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല, -3/5 എന്ന് മാറി. അപ്പം നമ്മുടെ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയലിലെ മിഡിൽ ടേം ഇല്ലെങ്കിൽ, അതായത് എക്സ് വരുന്ന ടേം ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഞാനത് പറഞ്ഞു തരാം. നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലിൽ ax² പ്ലസ് bx പ്ലസ് c ആണ് നമ്മുടെ പോളിനോമിയലിൻ്റെ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ടേം നമുക്ക് തന്നിട്ടില്ലെങ്കിൽ, അതായത് ax² പ്ലസ് സി ഇത്രയുമേ നമുക്ക് തന്നിട്ടുള്ളെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിനെ നമ്മൾ ax² ഈസ് ഈക്വൽ ടു സി എന്നുള്ള ഫോമിലാക്കി എഴുതണം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഈ ലാസ്റ്റ് ടേമാണ് തരാതിരിക്കുന്നതെങ്കിൽ, അതായത് ax² പ്ലസ് bx, എക്സ് ഉള്ള 2 ടേമാണ് തന്നിട്ടുള്ളത്, ലാസ്റ്റ് ടേം തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് കോമൺ എടുക്കണം. എന്താണോ ഇതിൽ കോമൺ ഉള്ളത് അത് നമ്മൾ കോമൺ എടുത്തിട്ട് ഇതിനെ ചെയ്യണം. മനസ്സിലായല്ലോ? ഇത് ഞാൻ നമ്മുടെ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് മിഡിൽ ടേം ആണ് ഇല്ലാത്തത്, അതുകൊണ്ട് നമുക്കിതിനെ എങ്ങനെ എഴുതാം? x² ഈസ് ഈക്വൽ ടു 3/5 എന്ന് എഴുതാം. x² ഈസ് ഈക്വൽ ടു 3/5. ഇതിൽ നിന്ന് എക്സ് എന്താവും? എക്സ് ഈസ് ഈക്വൽ ടു 3/5ൻ്റെ റൂട്ടാവും. അപ്പോൾ റൂട്ട് ഇടുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, പ്ലസ് ഓർ മൈനസ് ആയിരിക്കും. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ഒരു MCQ ചെയ്തപ്പോഴും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു, എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 3/5 ആയിരിക്കും. അതായത് x² ഈസ് ഈക്വൽ ടു 9. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? റൂട്ട് 9, ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് 3 എന്ന് വരും. മനസ്സിലായല്ലോ? അതായത് എക്സ് +3 ആണെങ്കിലും x² എടുക്കുമ്പോൾ എന്ത് വരും? 9 വരും. എക്സ് -3 ആണെങ്കിലും x² എടുക്കുമ്പോൾ എന്ത് വരും? -3യുടെ സ്ക്വയർ, അതായത് 9. മനസ്സിലായല്ലോ? അപ്പോൾ x² 9 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് 3 ആയിരിക്കും. അപ്പോൾ x² ഇവിടെ 3/5 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് ഓർ മൈനസ് റൂട്ട് 3/5. അതായത് എക്സ് എന്ന് പറയുന്നത് എന്തൊക്കെ വരാം? റൂട്ട് 3/5 വരാം, പിന്നെന്ത് വരാം? മൈനസ് റൂട്ട് 3/5 വരാം. ഇതാണ് നമ്മുടെ സീറോസ് എന്ന് പറയുന്നത്. അതായത് ആൽഫ ഈസ് റൂട്ട് 3/5 ആൻഡ് ബീറ്റ ഈസ് -റൂട്ട് 3/5. മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് മിഡിൽ ടേം തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ലാസ്റ്റ് ടേം ആണ് തരാതെ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കോമൺ എടുക്കണം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് 8x² മൈനസ് 4x ഇങ്ങനെ ഒരു നമ്പറാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് വെച്ചോ. അപ്പം നിങ്ങളിവിടെ നിന്ന് എന്തെടുക്കണം? ഇതിനകത്തുനിന്ന് നിങ്ങൾ കോമൺ എടുക്കണം. ദിസ് ഈസ് ഈക്വൽ ടു 0. 4x നമുക്ക് കോമൺ എടുക്കാം, ബാക്കി x - 1 എന്ന് വരും. ഈസ് ഈക്വൽ ടു
0. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 4x ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 0 വരും, എക്സ് ഈസ് ഈക്വൽ ടു 1. സീറോസ് എന്തൊക്കെ വന്നു? എക്സ് ഈസ് ഈക്വൽ ടു 0യും എക്സ് ഈസ് ഈക്വൽ ടു 1ഉം വന്നു. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ടേമാണ് തരാതിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ കോമൺ എടുത്ത് ചെയ്യണം. മിഡിൽ ടേമാണ് തരാതിരിക്കുന്നതെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്യണം. മനസ്സിലായല്ലോ? Next question, if alpha and beta are zeros of the quadratic polynomial 5x square plus 5x plus 1, find the value of alpha square plus beta square, then alpha raised to negative 1 plus beta raised to negative 1. അപ്പോൾ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന പോളിനോമിയലിനെ നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 1. ഇതിൽ നിന്ന് ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും കണ്ടുപിടിച്ചെങ്കിലേ നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ആദ്യം ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് നെഗറ്റീവ് ബി ബൈ എ. ദാറ്റ് ഈസ് നെഗറ്റീവ് 5/5 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 1. ഇവിടെ ബി എന്ന് പറയുന്നത് 5 ആണ്, എ എന്ന് പറയുന്നത് 5 ആണ്. അടുത്തത് ആൽഫ ബീറ്റ, ദാറ്റ് ഈസ് സി ബൈ എ. സി ഈസ് 1, എ ഈസ് 5. അപ്പോൾ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ നെഗറ്റീവ് 1ഉം ആൽഫ ബീറ്റ 1/5ഉം കിട്ടി. ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ചെയ്യാം. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്യിച്ചിരുന്നു. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ യൂസ് ചെയ്യണം. ഏത് ഐഡൻറ്റിറ്റിയാണ്? ആൽഫ പ്ലസ് ബീറ്റ ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ. ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് എന്താണ്? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യും. അപ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്താവും? ആൽഫ പ്ലസ് ബീറ്റ ദി ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. അപ്പോൾ ഇവിടെ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിന് പകരം നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ ദി ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ എന്ന് എഴുതാം. ഇനി ഇതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൽഫ പ്ലസ് ബീറ്റ ഈസ് നെഗറ്റീവ് 1 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആൽഫ ബീറ്റ ഈസ് 1/5 ഇസ് ഈക്വൽ ടു നെഗറ്റീവ് 1 സ്ക്വയർ ഈസ് 1 മൈനസ് 2/5. എൽസിയം എടുക്കുമ്പോൾ ഇവിടെ എന്താവും? 5/5 എന്നാവും. അപ്പോൾ 5/5 മൈനസ് 2/5 ഈസ് ഈക്വൽ ടു 3/5. അപ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ത് കിട്ടി? 3/5 എന്ന് കിട്ടി. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതെന്താണ്? ആൽഫ റേസ് ടു നെഗറ്റീവ് 1 പ്ലസ് ബീറ്റ റേസ് ടു നെഗറ്റീവ് 1. ആൽഫ റേസ് ടു നെഗറ്റീവ് 1 എന്ന് വെച്ചാൽ എന്താണ്? 1/ആൽഫ. ബീറ്റ റേസ് ടു നെഗറ്റീവ് 1 എന്ന് വെച്ചാൽ 1/ബീറ്റ ഇസ് ഈക്വൽ ടു. ഇനി നമ്മളിതിൻ്റെ എൽസിയം എടുക്കണം. എൽസിയം ഈസ് ആൽഫ ബീറ്റ. ന്യൂമറേറ്റർ അപ്പോൾ എന്താവും? ഇവിടെ ആൽഫ ബീറ്റ വരണമെങ്കിൽ ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ബീറ്റ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ആൽഫ ബീറ്റ വരണമെങ്കിൽ ആൽഫ കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. ബീറ്റ പ്ലസ് ആൽഫ എന്ന് പറഞ്ഞാലും ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്താ? നെഗറ്റീവ് 1 ബൈ ആൽഫ ബീറ്റ ഈസ് 1/5 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 1 ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും. അടുത്തതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ 5 ഇൻറ്റു നെഗറ്റീവ് 1 ഈസ് നെഗറ്റീവ് 5. അപ്പോൾ ആൽഫ റേസ് ടു നെഗറ്റീവ് 1 പ്ലസ് ബീറ്റ റേസ് ടു നെഗറ്റീവ് 1 ഈസ് നെഗറ്റീവ് 5. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.